ഹലോ ഫ്രണ്ട്സ്, ഞാൻ രമ ഫായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്. ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, 150-ൽ പരം വിദേശ പഴങ്ങൾ വീട്ടുമുറ്റത്ത് വിളയിച്ച പ്രവാസി സംരംഭകനായ രാജാറാം ഷായുടെ കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഹലോ രാജാറാം, സുഖം തന്നെ? ഓക്കെ. വിദേശ പഴങ്ങൾ എത്ര എണ്ണം? വിദേശ പഴങ്ങൾ ഏകദേശം 150 വെറൈറ്റി ഉണ്ട്. ഇത് കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 70 വെറൈറ്റി ഉണ്ട്. ഇത് കൂടാതെ രാജാറാം, ഈ കൃഷി കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കൃഷിയുണ്ട്? നമ്മൾ പശുവിനെ വളർത്തുന്നുണ്ട്. തെച്ചൂർ പശുവുണ്ട്, പുങ്ങന്നൂർ പശുവുണ്ട്, പിന്നെ അതുപോലെ താറാവ്, ഗൂസ്, ടർക്കി, നാടൻ കോഴി. നമുക്ക് ഇവയെല്ലാം ഒന്ന് കണ്ടാലോ? എല്ലാം കാണാം. ഓക്കെ. ഈ മാംഗോസ്റ്റിൻ ഇത് എത്ര വർഷമായ പ്ലാന്റ് ആണ്? ഇതിപ്പം ഏകദേശം ഒരു 4 വർഷമായി. 4 വർഷം. മൂന്നെണ്ണം കായ്. ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇത് 3 കാച്ചതാണ്. റംബുട്ടാനെ രാജാറാം, ഈ റംബുട്ടാൻ ഇത് ഇപ്പം നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വിളവെടുപ്പ് കഴിഞ്ഞ് എത്ര ദിവസം കഴിയുമ്പോഴാണ് പ്രൂണിങ്? ഒരാഴ്ച കഴിയുമ്പം പ്രൂൺ ചെയ്യാൻ നോക്കും. അടുത്ത സീസണിൽ നല്ല ഫ്രഷ് ആയിട്ട് വരും, ഒരുപാട് ഈൽഡും കിട്ടും. മാത്രമല്ല ഇത് വലിയ ഉയരത്തിൽ പോകത്തൂല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ. ഇപ്പൊ ഏകദേശം ഒരു 8 വെറൈറ്റി ഉണ്ട്. 8 വെറൈറ്റി റംബുട്ടാൻ. ഓക്കെ. ഈ ടർക്കി ഇതിന്റെ കൂടെ ഇട്ടാണോ സാറേ വളർത്തുന്നത്? ഇതിന്റെ കാരണം നമുക്ക് ഈ പുല്ല് പറിക്കേണ്ട ആവശ്യമില്ല, മെയിൻറ്റെയിൻ ചെയ്തോളും. അതായത് ഈ വളർന്നു വരുന്ന പുല്ല് ഇവരെ കഴിച്ചോളും. നല്ലൊരു ഐഡിയ ആണ് അത് കിട്ടിയത്. ഈ ടർക്കി ഈ വളർന്നു വരുന്ന പുല്ല് മുഴുവൻ ഉപയോഗിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുല്ലാണ്. അതിന് നമുക്ക് പുല്ല് എത്താനായിട്ട് ആളിനെ നിർത്തണ്ട. ഇത് ലിച്ചിയാണ്. ഇത് എത്ര വർഷമായി സാർ? ഇതിപ്പോ ഒരു 3 വർഷമായി. 3 വർഷം. അടുത്ത വർഷം കായ്ക്കും. അല്ല, വളർച്ച പൂവൊക്കെ വന്നായിരുന്നു. പൂ വന്ന് പക്ഷെ കിട്ടിയില്ല. വലയെറിഞ്ഞോ? നമുക്ക് മീനൊക്കെ എത്തും. ഈ താറാവും മീനും ഒരുമിച്ച് ഈ കുളത്തിലാണോ വളർത്തുന്നത്? ഉറപ്പായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ താറാവിന്റെ വേസ്റ്റ് മീനിന് ഫുഡാവും. അതാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. മീനിന് ഒരു കാരണം വെച്ചാൽ താറാവിന് കിട്ടൂല. മീനിന്റെ അടുത്തേക്ക് താറാവ് ചില മീൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. എല്ലാവരും വിചാരിക്കും മീനിന് താറാവ് കഴിക്കുന്നത്. അതാണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. ഒരിക്കലും കഴിക്കത്തില്ല. താറാവിന് നമ്മൾ വേറെ ഫുഡ് കൊടുക്കും. ഇത് അബിയുവിന്റെ ഏത് വെറൈറ്റിയാണ് സാർ? ഇത് ജൈന്റ് അബിയു എന്ന് പറയും. നല്ല സൈസ് ആവും. ഒരു 400 ഗ്രാമിൽ കൂടുതൽ. 400 ഗ്രാം ജൈന്റ് അബിയു. നിറച്ച് പൂത്തിരിക്കുകയാണല്ലോ. നിറച്ച് പിടിക്കുകയും ചെയ്യും. ഇത് അബിയു ഏത് വെറൈറ്റിയാണ്? ഇത് ഒരു വെറൈറ്റിയാണ്, നെബിൾ വെറൈറ്റിയാണ്. അത് നിബിൾ പോലെ എന്റെ തുമ്പിൽ ഇങ്ങനെ വരും. ഇത് ഞാൻ കണ്ടിട്ടില്ല. 2-3 വെറൈറ്റി ജൈന്റ് അബിയു കണ്ടിട്ടുണ്ട്, പക്ഷെ നിബിൾ വെറൈറ്റി കണ്ടിട്ടില്ല. പക്ഷെ നിറച്ച് കായ്ക്കും. ഇതിപ്പോ എത്ര വർഷമായി? ഇതിപ്പോ ഒരു 2 വർഷം കഴിഞ്ഞു. 2 വർഷമേ ഉള്ളൂ. അപ്പൊ ഇത് കിലോ നല്ല വില കിട്ടാം. ഒരു 1000 രൂപയോളം വിലയുണ്ട്. ആണല്ലേ?
ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി ഇത് എത്ര വർഷമായി സർ? ഇത് ഏകദേശം 2-3 വർഷം കഴിഞ്ഞു. 3 വർഷം. ആദ്യ വർഷം തന്നെ കാച്ചു. ആദ്യ വർഷം. അത് വർഷത്തിൽ എത്ര തവണ കാ കിട്ടും? വർഷത്തില് ഓഫ് സീസണാണ്, എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും. ഈ ആപ്പിൾ ചാമ്പ ഇപ്പം നമ്മള് വിളവ് കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കും. വിളവായിട്ട് പ്രൂൺ ചെയ്ത്. ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് നമ്മള് റെഡ് കളറില് നല്ല വലിയ ആപ്പിൾ ചാമ്പ, കറക്റ്റ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള. ഇത് ബേറാപ്പിൾ ആണ്, സാധാ ബേറാപ്പിൾ അല്ല, നല്ല സൈസ്, നല്ല വലിയ ബേറാപ്പിളാണ്. ഇത് ഗ്രീൻ കളർ ആണോ അതോ റെഡ് ആണോ? ഗ്രീൻ തന്നെ. ഗ്രീൻ സാറേ, ഈ വെരിഗേറ്റഡ് സപ്പോർട്ടേ ഇതിന് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇത് നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരമാണ്. നമ്മുടെ സാധാരണക്കാൾ നല്ല മധുരമാണ്. കായുണ്ടല്ലോ, കായുണ്ട്. ഇത് അച്ചാച്ചെറുവാണ്. എത്ര വർഷമായി? ഇതിപ്പോ 3 വർഷം കഴിഞ്ഞു. 3 വർഷം. കായായില്ല? ഇത് കായില്ല, മറ്റേത് കായായി. അതിൽ കായായി. ഓക്കെ ഓക്കെ. ഇത് പീനട്ട് ബട്ടർ ആണ്. നല്ല പഴമാണ്, നല്ല വലിപ്പമുണ്ട് പഴത്തിന്. ഇത് ചൈനീസ് ഓറഞ്ച് ആണ്. ഇതെങ്ങനെ? നല്ല മധുരമുള്ളതാണ്. നല്ല മധുരമുള്ള വെറൈറ്റി. ഇത് 5 കിലോ വരുന്ന പൈനാപ്പിൾ ആണ്. 2-3 കിട്ടി ഇവിടെ. ഇത് ഹൈബ്രിഡ് കാരയാണ്, ഇതുവരെ കാച്ചില്ല. വലിയ മരമായി വലിയ മരമാവും, അധികം മരമാവില്ല, പക്ഷെ ഉടനെ കായ്ക്കും. 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. അങ്ങനെ ഒത്തിരി ആയുർവേദത്തിന്റെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഞാൻ നട്ടിട്ടുണ്ട്. ഈ ഇല മണപ്പിച്ച് നോക്കിയാൽ നമുക്കറിയാം, നല്ല മണമാണ്. ഇത് അബിയു അല്ലേ? ഇത് അബിയു. നിറച്ച് കായുണ്ടല്ലോ. നിറച്ച് കായുണ്ട്. ഇതിന് പഴമാകാൻ എത്ര നാൾ? ഇതിന് ഒരു മാസത്തിനകത്ത്. 1 മാസത്തിനകം പഴമാവും. ഇഷ്ടംമാതിരി കാച്ചു. ഇത് റംബുട്ടാൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് സീസർ വെറൈറ്റി എന്ന് പറയും. ഇത് 8 റംബുട്ടാൻ മതി 1 കിലോയ്ക്ക്. ഇത് വേറെ അബിയോ അല്ലേ? ഇത് വേറെ വെറൈറ്റി. ലീഫ് വളരെ ചെറുത്. ഇത് കണ്ട, ലീഫ് ചെറുത്. മറ്റത് നേരത്തെ നമ്മൾ കണ്ടത് ലീഫ് വലുതായിരുന്നു. അതാണ് ഈ ലീഫിന്റെ ലീഫ്. അത് ഹൈബ്രിഡ് ആകുമ്പോൾ ലീഫ് നീളം കൂടുതലായിരുന്നു. ഇത് നമ്മളെ സാധാ അബിയോ. ജാതിക്ക പൂത്ത് നിപ്പുണ്ട്. വലിയ സൈസാണ്. ഇത് ഓസ്ട്രേലിയൻ മുള്ളാത്തയാണ്, നല്ല വലുപ്പാവും. ഏകദേശം ഒരു 7 കിലോയൊക്കെ വരും. ഒരു പഴം 7 കിലോ വരും. വെരി ഗുഡ്. ഇത് ഏത് സമയത്ത് കായ കിട്ടും? ഇത് എപ്പോഴും കായ ഉണ്ടാവും. ഇത് 6 മാസം മാത്രം പ്രായമായ വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. ഇതിൽ ചക്ക ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീടുകളിൽ ഒരു വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ പ്ലാവ് തൈ വെക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഏതൊക്കെ വെറൈറ്റി ഉണ്ട്? മലേഷ്യൻ റെഡ് ആണ്. സീസൺ തീർന്നു, പഴം പറിച്ചു കഴിഞ്ഞ്. ഇത് വെൽവെറ്റ് ആപ്പിൾ ആണ്. ഒരു പ്രാവശ്യം മാത്രമേ കാച്ചോളൂ. ഇനിയിപ്പോ സീസൺ ആവാൻ പോണേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ആപ്പിള് നമ്മളെ സ്ഥലത്ത് ആപ്പിള് കായ്ക്കുന്നുള്ള ഉറപ്പാണ്. ഈ മാതളം കാച്ചിട്ടുണ്ട്. ശരിക്കും കായ്ക്കും. ഇപ്പൊ എല്ലാ സീസൺ തീർന്ന്. ഇപ്പം അബിയുടെ സീസണാണ്, ബാക്കി എല്ലാ ഫ്രൂട്ടും കഴിഞ്ഞു. ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, എപ്പോഴും കായ്ക്കും. ഓഫ് സീസണാണ്. ഇത് ജബോട്ടിക്കാബായുടെ ഏത് വെറൈറ്റി? ഇത് അതിന്റെ ഒരു വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി. ഇത് മറ്റൊരു പേരയാണ്. ചെറിയ പുളിപ്പോട് കൂടിയുള്ള മധുരമുള്ള ഒരു പേരയാണ്.
ശിവപ്പേര് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. നിറച്ച് കായ്ക്കും. ഏത് സമയം പേരോ ഞാൻ വെട്ടിക്കളയാൻ ചെയ്യണം. മൽബറി നമ്മളെ സാധാ മൽബറി, പാകിസ്ഥാൻ മൽബറി അവിടെ അത് അപ്പുറത്ത് പാകിസ്ഥാൻ മൽബറി ഉണ്ട്. നിറച്ച് ഏത് സമയത്തും ഫ്രൂട്ട് പഴമാണ്. ഇത് പാഷൻ ഫ്രൂട്ട് ഏത് വെറൈറ്റി? ഇതാണ് റെഡ് വെറൈറ്റി. പൂത്ത് തുടങ്ങി റെഡ് വെറൈറ്റിയാണ്. അവിടെയൊക്കെ പൂവുണ്ട്. ഇത് നമ്മളെ സാന്തോളിന്റെ ഏത് വിഭാഗം? ഇത് സാന്തോൾ ഇപ്പൊ 2 വെറൈറ്റി വരുന്നു. പുളിയുള്ള ടൈപ്പും സീറ്റ്. ഇത് സീറ്റ് ആയിട്ടുള്ള സ്വീറ്റ് സാന്തോൾ നിറച്ച് പൂത്തിട്ട്. ഞാൻ കൂടുതൽ സീറ്റിനാണ് പ്രിഫർ ചെയ്യുന്നത്. ടേസ്റ്റ് സീറ്റിനാണ്. ഡ്രാഗന്റെ ഇടകളിലുള്ള സ്പേസ് വെറുതെ വേസ്റ്റ് ആക്കാന്നുള്ളതുകൊണ്ട് കിട്ടി ഞാൻ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ മുളക്, അത് ഉള്ളി, അത് ഇഞ്ചി, അത് ചീര, പൊന്നാര ചീര, വീട്ടാവശ്യത്തിനുള്ള എല്ലാം. ഇത് ഏത് പഴമാണ് ടീച്ചർ? ഇത് റെഡ് ലോഗനാണ്. കഴിച്ചു നോക്കിയ ടീച്ചർ എന്റെ സീറ്റ്. ഭയങ്കര മധുരം. ഇത് നിറച്ച് കായ്ക്കാണ്. ഇതൊക്കെ കായായിരുന്നു. കഴിഞ്ഞായിരുന്നു. എല്ലാം കായായിരുന്നു. നല്ല മധുരമാണ്. നല്ല സൈസും ഉണ്ട്. ഇത് മിറക്കിൾ ഫ്രൂട്ടാണ്. ഇത് കഴിച്ചിട്ട് pH കുറവുള്ള, അതായത് പുളിരസമുള്ള ഏത് ആഹാരം കഴിച്ചാലും ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നല്ല മധുരമായിട്ട് തോന്നും. ഇത് ജബോട്ടിക്കാബായാണ്. അത് മരമുന്തിരി എന്ന് പറയും. റെഡ് വെറൈറ്റി. നല്ല മധുരമാണ്. ഒരുവിധമുള്ള വിദേശ പഴങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ പിടിക്കും. ഇലയെ കൂടുതൽ. ഇത് ചൈനീസ് ഓറഞ്ച് അല്ലേ സർ? ചൈനീസ് ഓറഞ്ച്. ഇലയേക്കായി കൂടുതൽ പഴമുണ്ട്. അതാണ്ട് പൂവുണ്ടോ? ചൈനീസ് ഓറഞ്ചിന്റെ പൂവും മൊട്ടും. എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും. എപ്പോഴും ഫ്രൂട്ട്. ജ്യൂസിന് ബെസ്റ്റ് സാധനമാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്. അതെ. നാടൻ കരിക്കൊക്കെ കഴിക്കാൻ. നാടൻ കരിക്ക് 5 വർഷം കൊണ്ട് കായ്ക്കുന്ന. 5 വർഷം. 5 വർഷം കൊണ്ട് നല്ല ഇഷ്ടംപോലെ പഴം. ഇഷ്ടംപോലെ ഒരുപാട് കരിക്ക് ഇഷ്ടംപോലെ. ബ്രൗണി. ഇത് ബ്രൗണിയാണ്. ഈ ഫാമിന്റെ മുഴുവൻ കൺട്രോൾ. രാത്രിയുള്ള ഉത്തരവാദിത്തം ഫുള്ള് അവനാണ്. രാത്രിയാകുമ്പോൾ അവനെ കഴിച്ചു വിടും. ഇതിനകത്ത് ആർക്ക് പ്രവേശിക്കാൻ പറ്റൂല. പിന്നെ ഭയങ്കര ലോയലാണ്. വീട്ടിലെല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. വിളിച്ചാൽ ഓടി വരും. സിറ്റ്. സപ്പോർട്ട ഇത് ഏത് വിഭാഗത്തിലുള്ള? നമ്മളെ നാടൻ സപ്പോർട്ട. ചീമച്ചക്ക ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. നല്ല വലിപ്പമുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് നിറച്ച് കിട്ടും. നിറച്ച് കിട്ടും. ഒരു മൂട് മതി നമുക്ക്. ഒരു മൂട് മതി. ഇവിടെ 2 മൂടുണ്ട്. 2 മൂടുണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് ടീച്ചർ നമ്മളെ ഫ്രൂട്ട്. നല്ല രസമുണ്ട്. നല്ല മധുരമുണ്ട്. മലേഷ്യൻ റെഡ് കൊള്ളാം. നല്ല മധുരമുണ്ട്. ഇനി നമുക്ക് രാജാറാമിന്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. ഇത് രാജാറാമിന്റെ വൈഫാണ് ജയ. രാജാറാം ഗൾഫിലായിരിക്കുന്ന സമയം ഈ ഫാമും വീടും മുഴുവനും മാനേജ് ചെയ്യുന്നത് ജയയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥ കൂടിയാണ് ജയ. ജയെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. ഓക്കെ ഫ്രണ്ട്സ്, നാട്ടിലും വിദേശത്തും സ്വന്തമായി ബിസിനസ് ഉണ്ടായിട്ടും മണ്ണിൻ്റെ മണം മറക്കാനാവാതെ കൃഷിയിലേക്ക് ഇറങ്ങിയ രാജാറാം ജയ ദമ്പതികൾ നമുക്കൊക്കെ ഒരു അഭിമാനമാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.